അലീന നമ്മുടെ മകളാണ്. വൈജയന്തിക്ക് മുൻപിൽ വെളിപ്പെടുത്തലുമായി സ്റ്റാലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വൈജയന്തി അലീനയുടെ ആ രഹസ്യം തിരിച്ചറിയുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ വന്നെത്തുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നെത്തിക്കഴിയുമ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അച്ഛ, എന്തായി കാര്യം? എനിക്ക് പോകാനായിട്ട് വേറെ വാസസ്ഥലം അച്ഛൻ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം മോളെ, അതേതാണ്ട് ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. നീ 100% സുരക്ഷിതയാണ് എന്ന സ്ഥലത്തേക്കാണ് അച്ഛൻ നിന്നെ അയക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ അവിടെ സേഫ് ആയിരിക്കും. പക്ഷേ ആളുടെ ഒരു മറുപടി കൂടി ലഭിക്കാനുണ്ട്. അതിനുശേഷം നിനക്ക് അവിടേക്ക് പോകാം, വരും ദിവസങ്ങളിൽ തന്നെ പോകാം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ചേച്ചി പോകുന്ന സ്ഥലത്തെ പറ്റി അച്ഛൻ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ അലീനയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞില്ല എന്ന് പറയുന്നു. എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ പോകും എന്ന് പറയുന്നു. അത് കേട്ടതും കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോകാൻ ചേച്ചിക്ക് സങ്കടമോ വിഷമോ ദുഃഖമോ ഒന്നുമില്ലേ? ഞങ്ങളെ ചേച്ചി സ്നേഹിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീന പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ എല്ലാമായിരുന്നു, നിങ്ങളായിരുന്നു എൻ്റെ ജീവൻ, നിങ്ങളായിരുന്നു എൻ്റെ ഹൃദയം. പക്ഷെ ഞാൻ കരയാതെ നിൽക്കുന്നത് എനിക്ക് പോയേ മതിയാവുകയുള്ളൂ. ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ അമ്മയുടെ സ്നേഹമോ അമ്മയുടെ ശാസനമോ അമ്മയുടെ ഭക്ഷണമോ കഴിക്കാനായിട്ട് കഴിയില്ല. ഞാൻ പോകണമെന്നല്ലേ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ മതിയാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതെത്ര വേദന സഹിച്ചിട്ടായാലും തീർച്ചയായും ഞാൻ പോകും എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ പവിതയ്ക്കും രോഹിത്തിനും കൂടാതെ കൃഷ്ണമോൾക്കും വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ അലീന ചേച്ചി എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയുടെ തീരുമാനത്തിൽ അവർ കൈകടത്താനോ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അവർ ശ്രമിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഇതാ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ബാലചന്ദ്രനെ തേടി സ്റ്റാലിൻ ജോസഫിൻ്റെ മെസ്സേജ് കോള് തിരികെ എത്തുന്നു. സ്റ്റാലിൻ ആദ്യം തന്നെ മെസ്സേജ് അയക്കുന്നു, ബാലേന്ദ്രൻ, നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കുക. ഇതേ സമയം ബാലചന്ദ്രൻ സമയം നോക്കി, കാലം നോക്കി, നേരം നോക്കി സ്റ്റാലിനെ വിളിക്കുന്നുണ്ട്. സ്റ്റാലിനെ വിളിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്തായി പറഞ്ഞ തീരുമാനം? അലീനയെ മകളായി ഏറ്റെടുക്കാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയാൻ നിങ്ങൾ ഒരുക്കമാണോ, തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും സ്റ്റാലിയാണെങ്കിൽ തയ്യാറാണ് എന്ന് പറയുന്നു. അവളെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറയുന്നു. അത് കേട്ടതും ബാലചന്ദ്രൻ അടുത്ത ഡിമാൻഡ് വെക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടേക്ക് കോട്ടയത്തേക്ക് പാലായിലേക്ക് വരണമെന്ന് പറയുന്നു. ബാലചന്ദ്രൻ, അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എൻ്റെ മകളെ ഇവിടെ എത്തിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു ചെറിയ ശുദ്ധികലശവും കൂടി ബാക്കിയുണ്ട് സ്റ്റാലിൻ, നിങ്ങളുണ്ടെങ്കിലേ അതെനിക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വരാനായിട്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്റ്റാലിൻ അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറയുന്നു. അങ്ങനെ അതാ സ്റ്റാലിൻ പുറപ്പെട്ട് കോട്ടയത്തേക്ക് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നെത്തുകയാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തുന്ന ആ സമയം സ്റ്റാലിൻ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബാലചന്ദ്രൻ സ്റ്റാലിനെ പോയി സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളൊരു നല്ല വ്യക്തിയാണ് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മകളെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറയുന്നു. ഇവിടെ ഒരുത്തിയുണ്ട്, വേലക്കാരി എന്ന രീതിയിലാണ് അവളോട് പെരുമാറുന്നത് എന്ന് പറയുന്നു. എന്തായാലും മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായത് നിങ്ങളുടെ വലിയ മനസ്സാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകളെവിടെ ബാലചന്ദ്രൻ? എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഇതേ സമയം
നിങ്ങൾക്ക് അവളെ കാണാവുന്നതാണ്. അവൾ നിങ്ങളുടെ കൂടെയല്ലേ ഇനി വരാനായിട്ട് പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഇതേ സമയം തീർച്ചയായും അതിനു മുമ്പ് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നു. ഈ സമയം നമ്മുടെ അലീനയെ വിളിച്ച് ബാലചന്ദ്രൻ ഇതാണ് നിൻ്റെ യഥാർത്ഥ അച്ഛൻ എന്ന് പറഞ്ഞ് പേരടക്കം പറയുമ്പോൾ അലീന അച്ഛൻ കൂടിക്കാഴ്ച അവിടെ സംഭവിക്കുകയാണ്. പിന്നീട് കാണാൻ സാധിക്കുന്നത് സങ്കടകരമായ ഒരു വിട പറച്ചിലാണ് പ്രേക്ഷകരെ. രോഹിത്തിനോട് വിട പറയുന്നു, കൃഷ്ണമോളോട് വിട പറയുന്നു, നമ്മുടെ ബബിതയോട് വിട പറയുന്നു. ബബിത സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഇതേ സമയം അലീന പറയുന്നുണ്ട് തനിക്ക് തൻ്റെ അമ്മയെ ഒരിക്കൽ കൂടി അവസാനമായി കാണണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഇവളെ കാണാനായിട്ട്, വൈജയന്തിയെ കാണാനായിട്ട് നമ്മുടെ അലീന ഇറങ്ങിത്തിരിക്കുന്നു. അലീന പോകുമ്പോഴൊക്കെ വളരെയധികം സങ്കടത്തിലാണ്, തൻ്റെ സഹോദരങ്ങളെ വിട്ടുപിരിയുന്നതിൻ്റെ സങ്കടത്തിൽ. ഇതേ സമയമാണെങ്കിൽ വൈജയന്തിയുടെ വീടായ കൊല്ലപ്പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് അലീന. അവിടെ ചെന്ന് മേഡം ഞാൻ പോവുകയാണ്, ഞാൻ പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എടി നാശം പിടിച്ചവളെ, ശപിക്കപ്പെട്ടവളെ, നീ എവിടെ പോയാലും അവിടെയൊന്നും ഗുണം പിടിക്കില്ല. നീ ഒരൊറ്റൊരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൈജ അലീനയെ ശപിക്കുന്നു. ഇതേ സമയം അലീന അതും കേട്ട് നിൽക്കുന്നുണ്ട്. തൻ്റെ അമ്മയുടെ അവസാന വാക്കുകൾ, അതും ശാപവാക്കുകൾ. ഇനി തൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിയുന്ന അലീനയാണെങ്കിൽ പറയുന്നുണ്ട്, മേഡം ചെയ്തതും ശരിയൊന്നുമല്ല. എന്നെ ഉപേക്ഷിച്ചത് 23 വർഷങ്ങൾക്ക് മുമ്പ് മേഡം നടന്ന തെറ്റായ വഴികൾ, മേഡത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അലീന കഥകൾ ഓരോന്ന് പറയുന്നു ആഗ്രയിലെ. കൂടാതെ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന്. ഇതേ സമയം നിങ്ങൾ എന്നെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങളോട് അധികമൊന്നും പ്രതികരിക്കാതെ നിങ്ങളോട് ഞാൻ പലതവണയും സൂചിപ്പിച്ചതാണ് ഞാൻ ആരാണെന്ന്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മകളാണ്. നിങ്ങൾ 23 വർഷം ഒരു പുരുഷനിൽ നിന്നും സ്വീകരിച്ച മകളാണ് ഞാൻ. നിങ്ങൾ എന്നെയാണ് അനാഥാലയത്തിലേക്ക് തള്ളിയത് എന്ന് പറയുന്നു. അതിന് ആക്കം കൂട്ടാനായിട്ട് സ്റ്റാലിയും കൂടി കടന്നു വരുമ്പോൾ നമ്മുടെ വൈജയന്തി ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജയ്, ഇത് നമ്മുടെ മകളാണ്, നമ്മളുടെ ചോരയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻലി തുടരുന്നുണ്ട്. ബാലചന്ദ്രൻ എന്നെ കാണാൻ വന്നു, എനിക്ക് മകളുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി എന്നും ഞാൻ അവളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും സ്റ്റാൻലി പറയുമ്പോൾ നമ്മുടെ വൈജ നടുങ്ങിപ്പോവുകയാണ്. ഒടുവിൽ വൈജ പൊട്ടിക്കരയുകയാണ് പ്രേക്ഷകരെ. അലീന അത് കേൾക്കാനോ നിൽക്കുന്നില്ല എന്ന് കാണാം. മുത്തശ്ശിയോടും കൂടി യാത്ര പറഞ്ഞുകൊണ്ട്, താൻ ആദ്യമായിട്ട് നോക്കിയത് ഹോം നേഴ്സിൻ്റെ വേല ചെയ്തത് മുത്തശ്ശിയുടെ അടുത്ത് ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിയോടും യാത്ര പറഞ്ഞുകൊണ്ട് വൈജയുടെ കണ്ണീരോ വൈജയോട് സംസാരിക്കാനോ വൈജയുടെ പരാതി കേൾക്കാനോ നിൽക്കാതെ അലീന സ്റ്റാലിൻ്റെ കൂടെ പടിയിറങ്ങി പോകുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.